ഹായ് നമസ്കാരം. വളരെയേറെ കാലമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുടെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ താരതമ്യേന കുറച്ച് റിസ്ക് കുറവാണ്, കുറച്ച് മറ്റേതിനെ അപേക്ഷിച്ചിട്ട്. മാത്രമല്ല അത്യാവശ്യം റിട്ടേൺസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം വിദഗ്ധർ പറയുന്ന ഒരു 3 പ്രധാനപ്പെട്ട ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ ഏകദേശം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏതൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റിൻ്റെ അടുത്ത് പോയാലും അദ്ദേഹത്തിനോട് പറയാം എനിക്ക് ഇന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് മ്യൂച്വൽ ഫണ്ടാണ്. ഇയർലി ഒരു 10% മുതൽ ഒരു 30% വരെ റിട്ടേൺ കൊടുക്കുന്ന പല മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, പല ടൈപ്പിൽ പലതെണ്ണം. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്താ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അത് ആർക്കും അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാണ്. ഇവരെല്ലാവരും നമ്മുടെ ഫണ്ട് എടുത്തിട്ട് ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. വിവിധ തരത്തിലുള്ള ഓഹരികൾ, ഇപ്പോൾ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കമ്പനികൾ, ഓട്ടോമോട്ടീവ് കമ്പനികൾ, ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് അവർ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. നമ്മൾ നേരിട്ട് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് ഷെയർ വാങ്ങിക്കുന്നതിന് പകരം ഈ കമ്പനികൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇതിലേക്കും എല്ലാത്തിലേക്കും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഈ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള രീതി എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വന്നാൽ അടുത്തതിൽ അവർ മേക്കപ്പ് ചെയ്യും. അങ്ങനെ ഇവർ നല്ല മാസമായിട്ടുള്ള റിട്ടേൺ എടുക്കും. അപ്പോൾ ഇതിനൊരു ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാവും, വലിയൊരു ടീം ഉണ്ടാവും, വലിയ ഫണ്ട് മാനേജേഴ്സ്. ഈ ഫണ്ടൊക്കെ കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ട് അവർ മാനേജ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ അവർക്കൊരു ഷെയർ കിട്ടും. അപ്പോൾ നമുക്കും നല്ലൊരു രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അഡ്വാൻറ്റേജ് നമ്മൾ നേരിട്ട് ഒരു ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സേഫായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ പാരൻ്റ് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ഷെയർ മാർക്കറ്റിൽ ഡയറക്റ്റ് കുറച്ച് കമ്പനികളുടെ ഷെയർ എടുത്തു. അന്ന് അദ്ദേഹം ആ ഷെയർ വാങ്ങിക്കാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചു വെച്ചാൽ ഇന്ന് അദ്ദേഹം കോടിപതിയായിട്ട് മാറിയാണ്. പക്ഷേ അദ്ദേഹത്തിന് സംഭവിച്ച മറ്റൊന്നാണ്, ആ കമ്പനി 8 നിലയിൽ പൊട്ടി അവസാനം താഴോട്ടെത്തി 10-18 രൂപയിലേക്ക് പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് യെസ് ബാങ്കിൻ്റെ ഷെയറിനെ കുറിച്ചാണ്. അപ്പോൾ അന്ന് അദ്ദേഹം നല്ലൊരു പ്രൈസിന് വാങ്ങിച്ചു, ഇപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലെത്തി. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ നമ്മുടേതായിട്ടുള്ള ഇപ്പോഴത്തെ കാഴ്ചപ്പാട് വെച്ച് നമ്മൾ ഓഹരിയിലേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിത് മാനേജ് ചെയ്യാനും സമയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സൂക്ഷിച്ചും കണ്ടിട്ടും ഈ ഓഹരി നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അല്ലാത്ത ആൾക്കാർക്ക് അത്ര ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുക. ഇനി ആ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ റിസ്ക് ഉള്ളതും ഭയങ്കര കുറച്ച് റിസ്ക് കുറഞ്ഞൊക്കെ ആയിട്ട് പല ഫണ്ടുകളുണ്ട്. അതിൽ കുറച്ച് നല്ല ഫണ്ടുകളാണ് ഈ പറഞ്ഞ ഫ്ലെക്സി ക്യാപ്പ് എന്നുള്ളത്. നമ്മളിപ്പോൾ ജോലി ചെയ്തും ബിസിനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ടിന് ഒരു ചെറിയ ഭാഗം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് തുടങ്ങുക. ഒരു 100 രൂപയിലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങാത്ത ആൾക്കാർ. നല്ല ആപ്ലിക്കേഷനാണ് ഗ്രോ. ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സ് കൊടുത്താൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100 രൂപ വെൽക്കം ബോണസ് കൂടി കിട്ടുന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് അനാലിസ് ചെയ്യാനൊക്കെ പറ്റും. എന്തായാലും ഫണ്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. HDFC ബാങ്കിന് എല്ലാവർക്കും അറിയാമല്ലേ, നല്ല ഒരു ബാങ്കാണ്, ഒരു ന്യൂജൻ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബാങ്കാണ്. ഈ ഒരു ഫണ്ടിൻ്റെ ഡീറ്റെയിലേക്ക് വരികയാണ്. 38,668 കോടിയുടെ ഫണ്ട് സൈസ് ഉണ്ട്. NAV ഇപ്പോൾ ഉള്ളത് 1,441 രൂപയാണ്. 100 രൂപ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഒരു സാധാരണക്കാരന് 100 രൂപ വീതം SIP ആയിട്ട് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫണ്ടാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ലംസമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, ഒരുമിച്ചും ചെയ്യാം. ഒരു ഉദാഹരണത്തിന് 100 രൂപ വൺ ടൈം ആയിട്ട് നിങ്ങൾ 5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് 218 രൂപ മാറിയാണ്. ഡബിൾ ആയി 5 വർഷം കൊണ്ട് പോരെ. ബാങ്കിലൊക്കെ 7.5% എത്ര വർഷം എടുക്കും ഡബിൾ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത് ഒരു 5 വർഷം കൊണ്ട് ഡബിൾ ആവുമെന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയല്ല. ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. ഇനി അതേപോലെ തന്നെ SIP ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അന്ന് 100 രൂപ ചെയ്താലും സെയിം എമൗണ്ട്, ഇത്ര ഒരു എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടിയാണ്. കാരണം മന്ത്ലി അന്ന് മന്ത്ലി SIP ആട്ടോ 1000 രൂപ വെച്ചിട്ട് ചെയ്തെങ്കിൽ ടോട്ടൽ 6000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. 10,411 രൂപ നമുക്ക് കിട്ടിയാണ് 5 വർഷം കൊണ്ട്. അവരുടെ സെക്ടേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന പോലെ തന്നെ ഫിനാൻഷ്യൽ, ടെക്നോളജി, ഹെൽത്ത് കെയർ, എനർജി, ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്ട്രക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, ഓട്ടോമോട്ടീവ് ഇങ്ങനെയുള്ള കമ്പനിയിലൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 90% ആണ് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ബാക്കി ക്യാഷിലേക്കും. നമ്പർ 2 എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ് ഡയറക്റ്റ് ഫണ്ടാണ്. ഇതിൻ്റെ അവസ്ഥയും 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. 11,749 കോടിയുടെ ഫണ്ട് സൈസേ ഉള്ളൂ. ഇപ്പോഴത്തെ NAV 1,283 ആണ്. മിനിമം SIP 500 രൂപ. 500 രൂപ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 500 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വൺ ടൈം ആയിട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. 5000 രൂപയെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ 5000 രൂപ നിങ്ങൾ 5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ 10,340 രൂപ കിട്ടുമായിരുന്നു. നമ്മളിപ്പോൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ പരിശോധിച്ചു. എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഈ 5 വർഷത്തേക്ക് നമ്മൾ ഇടുന്ന ഫണ്ടൊക്കെ ഡബിൾ ആയിട്ടുണ്ട് അല്ലേ, ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് ഏകദേശം അനുമാനിക്കാം 5 വർഷം കൊണ്ട് നമ്മുടെ ഫണ്ട് ഡബിൾ ആവും. 1 കോടി ഇട്ട് 2 കോടിയായിട്ട് 5 വർഷം കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും. 5 വർഷം എന്ന് പറഞ്ഞത് എത്ര പെട്ടെന്ന് തീർന്നു പോകാറ്. ഇപ്പോൾ 30 വയസ്സുള്ള നിങ്ങൾ 35-5 വർഷം എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർ ഫാസ്റ്റായി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. 1 കോടി 2 കോടി ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ
കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. വളരെ പെർഫെക്റ്റ് ആണ്. ഇപ്പൊ തന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളും. ഇനി നമ്പർ 3 എന്ന് പറയുന്നത് PGIM ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ഈ ഫണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതിപ്പോൾ ഈ ഒരു 2 ഫണ്ട് മാത്രമല്ല, ഇതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ 30% ഒക്കെ റിട്ടേൺ കിട്ടുന്ന ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുടെ വിവരങ്ങൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യുന്നത് എനിക്ക് വീഡിയോ ചെയ്യാൻ നിർവാഹമില്ല. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സും കൊടുക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ഇതുപോലുള്ള നല്ല ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺ തരുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെക്കുറിച്ചും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. മറക്കാതെ ലിങ്ക് ക്ലിക്ക് ചെയ്തൊന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഫണ്ട് PGIM ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ഇതിൻ്റെ ഒരു കേസിൽ നമുക്ക് ഇത് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. മറ്റേ 2 4 സ്റ്റാർ ആണെങ്കിൽ ഇത് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 5881 കോടിയുടെ ഫണ്ട് സൈസേ ഉള്ളൂ. ഇപ്പോഴത്തെ NAV 31.76, മിനിമം 1000 രൂപയാണ്. ആദ്യത്തെ ഫണ്ട് 100 രൂപ, ആദ്യത്തെ ഫ്രാങ്ക്ലിൻ്റെ കേസിലെത്തുമ്പോൾ 500 ദെൻ ഇവിടെ എത്തുന്ന സമയത്ത് ഈ ഒരു ഫണ്ട്, അതായത് PGIMൻ്റെ കേസിലെത്തുമ്പോൾ 1000 രൂപയായി. ഈ ഒരു ഫണ്ടിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് വൺ ടൈം ആയിട്ട് ഒരു 5000 റുപ്പീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ 5 വർഷങ്ങൾക്ക് ഇപ്പുറം 11,802 രൂപ കിട്ടിയാണ്. 5 വർഷങ്ങൾക്ക് അപ്പുറം 5000 രൂപ കിട്ടി. ഈ വർഷം 11,802 കിട്ടുമ്പോൾ വലിയ കാര്യമല്ലേ. പക്ഷേ ഞാനെപ്പോഴും പിന്നെ ഈ പറഞ്ഞ ലെംസ് എമൗണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ SIP ആയിട്ട് ചെയ്യും, മന്ത്ലി SIP ആയിട്ട് ഫണ്ട് ഇടും. കാരണം ഇത്രയൊരു ലംസമായിട്ട് ചെയ്യാൻ നമുക്ക് കയ്യിൽ പൈസ വേണ്ടേ, അതുണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു 100 രൂപ 200 രൂപയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ ഈ 100-200 രൂപയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം എന്താ, നിങ്ങളിപ്പോൾ തൊഴിലിന് ജോലിക്ക് പോകുന്നു, ജോലിക്ക് കഴിഞ്ഞ് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ദൈനംദിന ചെലവിന് മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തുണ്ട്, സമയമുണ്ട്, ഇൻ്റർനെറ്റും ഉണ്ട്, കമ്പ്യൂട്ടറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ ചെറിയ മൈക്രോ ജോലികളൊക്കെ ചെയ്തിട്ട് 100-200 രൂപ ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. കാരണം ഇതിനകത്ത് ഇതെൻ്റെ പുസ്തകമാണ്, ഓൺലൈൻ ജോബ് മാസ്റ്ററി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. SLC +2 ഡിഗ്രി PG കഴിഞ്ഞ ആൾക്കാർക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ വീട്ടിലിരുന്നിട്ട് 1-2 മണിക്കൂർ കൊണ്ട് അത്യാവശ്യമൊക്കെ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള വെബ്സൈറ്റുകളാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എല്ലാം പയറ്റി നോക്കിയിട്ട് എല്ലാത്തിനും വരുമാനം കിട്ടിയ അടിപൊളി സൈറ്റുകളാണ്. വർഷങ്ങളായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ക്രിയേറ്റ് ചെയ്തതാണ്. എല്ലാവർക്കും വർത്തായിരിക്കും. മലയാളത്തിലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വെബ്സൈറ്റായ netvallet.com ഞാൻ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. 50% ഓഫ് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലെ 3ാമത്തെ ഫണ്ടിനെ കുറിച്ചാണ്. ഇതിൻ്റെ താഴോട്ട് എത്തുന്ന സമയത്ത് ഇവരുടെ കയ്യിലുള്ള ടോട്ടൽ ഫണ്ടിൻ്റെ 96% ഇവർ ഇക്വിറ്റിയിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ബാക്കി കുറച്ച് ഡെപ്റ്റിലുണ്ട് 4.3, ബാക്കി ക്യാഷ് ആയിട്ട് അവരുടെ കയ്യിലുണ്ട് 0.1. അതിൽ അവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യലും ഓട്ടോമോട്ടീവും എനർജിയും അതേഴ്സും ടെക്നോളജിയും കൺസ്യൂമർ സ്റ്റാപ്ലസും ഹെൽത്ത് കെയറും ക്യാപിറ്റൽ ഗുഡ്സുമാണ്. ഇതിൽ ഹെൽത്ത് കെയർ കുറച്ചിട്ടുണ്ട്. പൊതുവെ എല്ലാ കമ്പനിയും ഹെൽത്ത് കെയറിൽ അധികം നോക്കും. ഫിനാൻഷ്യലി പ്രയോറിറ്റി, അത് കഴിഞ്ഞ് ഹെൽത്ത് കെയർ, അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ വരിക. ഓട്ടോമോട്ടീവാണ് ഏറ്റവും താഴെയായിട്ട് ചെയ്യുക. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമോട്ടീവിൽ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഹെൽത്ത് കെയറിനെ ഒഴിവാക്കി എന്നല്ല, ഹെൽത്ത് കെയർ അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാ സെക്ടേഴ്സിനെയും കോർത്തിണക്കിക്കൊണ്ടിട്ടാണ് ഇവരുടെ ഫണ്ട് മാനേജർ ഈ ഫണ്ട് ഫുള്ള് മാനേജ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് റിട്ടേൺ തന്നെയാണല്ലേ, നല്ലൊരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. ആവറേജ്, ഞാനിപ്പോൾ ഒരുപാട് പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല, എന്നിരുന്നാലും ആവറേജ് ഈ ഫണ്ടുകളെല്ലാം ഒരു 20% അടുത്ത് റിട്ടേൺ കൊടുക്കുന്നുണ്ട് വർഷത്തിൽ. അപ്പോൾ 20% കൊടുത്താലേ ഈ പറഞ്ഞ 5 വർഷം കൊണ്ട് ഡബിൾ ആവുകയുള്ളൂ. ഇപ്പോൾ 20% ആവറേജ് റിട്ടേൺ കിട്ടുന്നത്. 20% എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ മുതിർന്ന പൗരന്മാർക്കൊക്കെ ഏത് ബാങ്ക് എടുത്താലും അവിടെ കിട്ടുന്ന സ്ഥിര നിക്ഷേപത്തിൻ്റെ പെർസെൻറ്റേജ് ഒരു 7.5 ആണ്. സാധാരണ വ്യക്തിക്ക് 6.5 ആണ്. ആ 6.5 നിന്ന് ഒറ്റയടിക്ക് 20% ഇയർലി റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. അമേസിങ് ആയിട്ടുള്ള റവന്യൂ ആണ്. അതും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കൂടി വരുമ്പോൾ നമ്മുടെ ഫണ്ട് ഈ 15,000 രൂപ വെച്ച് 15 വർഷത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1 കോടി രൂപയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അത് 15% റിട്ടേണിൽ. ഇതൊക്കെ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ 20% ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നും കൊടുക്കുമെന്നതിനെ കുറിച്ച് നമുക്കൊരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം വെച്ചാൽ ഓഹരി വിപണിയിലെ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനൊരു നോർമലി ഉള്ള ഒരു പബ്ലിക് ടോക്ക് എന്ന രീതിയിൽ നിങ്ങളോട് സംസാരിച്ചു എന്ന് മാത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഇവർക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് അവരെ കൂടി ഇത്തരത്തിൽ വരുമാനം ഉണ്ടാക്കാനും കുറച്ച് ഐഡിയകൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.